ജീവിതത്തിൽ ഓജസ്സോടെ ഉണർന്നിരുന്ന പകലുകളിൽ നല്ലൊരു ശതമാനം സർക്കാർ ഓഫീസുകളിലാണ് ഞാനും പങ്കാളിയും ചെലവഴിച്ചത്. അന്നൊക്കെ ഒരവധി കിട്ടുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. കാരണം എന്നും രാവിലെ തിരക്ക് പിടിച്ചുള്ള ഓട്ടമാണല്ലോ. അപ്പോൾ ഒരവധി ദിവസം കിട്ടുമ്പോൾ അത് ആസ്വദിക്കാമെന്നുള്ള ചിന്തയിലാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. പക്ഷെ 1-2 ദിവസം അവധി കിട്ടുമ്പോഴേക്കും ഒരു കല്യാണമോ ഒരു പെരവാസ്തവരിയോ അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസോ എന്തെങ്കിലുമൊക്കെ വന്ന് ആ ദിനവും നഷ്ടപ്പെട്ടിരിക്കും. രണ്ടുപേരും സർക്കാർ ജോലിക്ക് പോകുന്നത് കാണുന്നവരെ സംബന്ധിച്ച് രസകരമായ കാഴ്ചയാണ്. പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാൻ കഴിയൂ. ചില ദിവസങ്ങളിലൊക്കെ രാവിലെ ഒന്നും കഴിക്കാതെ പോകേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരെക്കുറിച്ച് പറഞ്ഞാൽ രസകരമായ അനുഭവങ്ങൾ പലതുമുണ്ട്. ചില സ്ത്രീകൾ അടിപ്പാവാട പോലും ഇടാതെ ജോലിക്ക് പോയ സംഭവങ്ങളുണ്ട്. ചെരുപ്പുകൾ 2 മാറിയിട്ട് പോകുന്ന അവസ്ഥ എന്ന് വെച്ചാൽ അത്രമാത്രം തിരക്കിൽ ഓടിപ്പോകുന്ന രീതിയാണ്. ഞങ്ങൾ പലപ്പോഴും പുട്ടും കടലയും വായിലിട്ടുകൊണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരാൾക്ക് എറണാകുളത്തായിരുന്നു. അപ്പോൾ 8:30 മണിക്ക് 9 മണിക്ക് ഇറങ്ങണം, കുട്ടിയെ സ്കൂളിൽ വിടണം. അത്തരം തിരക്കുകളുടെ ഇടയിൽ സ്ത്രീകൾക്കും കൂടെ ജോലി ഉള്ളപ്പോഴത്തെ സ്ഥിതി പറയേണ്ടതില്ലല്ലോ. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൻ്റെ നല്ലൊരു ഘട്ടം സർക്കാർ ഓഫീസിൽ ചെലവഴിച്ചത് കൊണ്ട് വീടിൻ്റെ ഒരു മുക്കും മൂലയുമൊക്കെ കൃത്യമായിട്ട് ഒന്ന് തൂത്തു തുടയ്ക്കാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലിരിക്കാൻ വളരെ കൊതിയായിരുന്നു. അതുപോലെ അത്യാവശ്യം ഒരു ടൂർ പോകാനും യാത്ര പോകാനുമൊക്കെ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. കാരണം മനസമാധാനത്തോടെ പോകാൻ കഴിയില്ല. ഒരു ദിവസം കൂടുതൽ തങ്ങേണ്ടി വന്നാൽ ജോലിക്ക് പോകേണ്ടതായ പ്രശ്നങ്ങളുണ്ട്. സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അതിന് ഒരു ടൈം ടേബിൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഞങ്ങൾ ജീവിതം ആസ്വദിക്കാൻ തീരുമാനിച്ചത്. അതിനാണ് സമയം കിട്ടുകയുള്ളൂ. എല്ലാ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ അനുഭവം. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതും അങ്ങനെയാണ്. പക്ഷേ പലരും പെൻഷനായി കഴിയുമ്പോഴേക്കും രോഗിയായി തീരുകയാണ്. അതിന് കാരണം ഞങ്ങൾക്കിനി എന്താണ് ചെയ്യാനുള്ളത്, ജീവിതത്തിൽ നിന്ന് റിട്ടയർ ആയതുപോലെയാണ് അവരുടെ മനോഭാവം. ആ ഒരു മനോഭാവമുള്ളവരെ സംബന്ധിച്ച് ഒരിക്കലും മുമ്പോട്ട് പോകാനാവില്ല. കാരണം അവർ മനസ്സ് എപ്പോഴും ചിന്തിച്ച് BP കൂടി രോഗങ്ങളിലേക്ക് എത്തി മരണത്തിലേക്ക് കീഴ്പ്പെടും. അപ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ ചിന്തിക്കുക. റിട്ടയർമെൻറ്റിന് ശേഷമാണ് ജീവിതമുള്ളത് എന്നുള്ള കാഴ്ചപ്പാടിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മകളുടെ വിവാഹവുമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ 2 പേരും തനിച്ചായി. അപ്പോൾ ഇനി എന്ത് എന്നുള്ള ചിന്തയിൽ എനിക്ക് ഒത്തിരി പരിപാടികളുണ്ട്. കൃഷി പരിപാലനം, അതുപോലെ മൃഗങ്ങളുടെ പരിപാലനം, ചെറിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മക്കളെ സഹായിക്കൽ എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് തിരക്കുണ്ട്. പക്ഷേ കൃഷി അനുബന്ധ മൃഗപരിപാലനവും ഒക്കെ തിരക്കിട്ട ജീവിതം തന്നെ വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ച് അതിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെ ഓരോ ദിനവും കഴിയുന്നത്ര തരത്തിൽ തിരക്കുണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി. വെളുപ്പിനെ 4:30 മണിക്ക് ഉണരുന്ന ശീലം ഇപ്പോഴുമുണ്ട്. പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർ ഉണരുന്നത് തന്നെ ഉച്ചയ്ക്കാണ്. കാരണം രാത്രിയിൽ അവർക്ക് ഉറക്കമില്ല. പ്രഭാതത്തിൽ ആണ് അവർ ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ജീവിത രീതിയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. പുതിയ യുഗം, പുതിയ ജനറേഷൻ അങ്ങനെയാണ്. അപ്പോൾ പുതിയ രീതി അങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷേ ഞങ്ങൾ കാരണവന്മാരായിട്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്. അതായത് കാരണവന്മാർ പറയും, പുലർകാലെ ഉണരുക, രാത്രി നേരത്തെ കിടക്കുക. അതാണ് ജീവിതത്തിന് ഏറ്റവും സുഖകരം. കാരണം പ്രഭാതം എന്നുള്ളത് അത്ര ഊഷ്മളതയോടെ അനുഭവിക്കേണ്ട ഒരു സംഗതിയാണ്. കിഴക്ക് വെള്ള കീറുന്നതും കൊച്ചു കൊച്ചു കിളികളുടെയും കാക്കകളുടെയും ഒക്കെ ചലമ്പുകളും പ്രഭാതം പൊട്ടിവിരിയുന്ന ആ ഒരു പ്രത്യേക പ്രകൃതിയുടെ താളമുണ്ട്. ആ താളം നമ്മൾ ആസ്വദിക്കുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രഭാതത്തെ ആസ്വദിക്കാതിരിക്കില്ല. പുലർകാലത്ത് ഉണരുകയും ചെയ്യും. ഞാൻ ഇത്യാദി വർത്തമാനങ്ങളിലേക്ക് പോകുന്നതിന് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ശരിക്കും ആസ്വദിക്കുകയാണ്. ഇപ്പോഴാണ് വീടിൻ്റെ ഓരോ മുക്കും മൂലയും ഞങ്ങൾ വൃത്തിയോടെ തൂത്തു തുടച്ചും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും, ഇതിനൊക്കെ ആളെ കിട്ടില്ലേ എന്ന്. ആളെ കിട്ടും. ഞങ്ങളുടെ വീട്ടിൽ 2 വേലക്കാരുണ്ട്. ഒന്ന് ഭാര്യയും ഒന്ന് ഞാനുമാണ്. ഈ കാണുന്ന പല രൂപത്തിൽ ഞങ്ങൾ പല വേലകളായിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കും. ഇപ്പോൾ രാവിലെ ഇഷ്ടം പോലെ സമയം. ഇതിനിടയിൽ
തിരക്ക് കുറവായതുകൊണ്ട് ഭാര്യ ഒരു കാര്യം ചെയ്തു. LLBക്ക് പഠിക്കാൻ ചേർന്നു. എൻട്രൻസ് എഴുതി. നിലവിൽ മൂവാറ്റുപുഴ ഇലാഹിയ കോളേജിൽ ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അതിനിടയിലാണ് റിട്ടയർമെൻറ്റിന് ശേഷം ഈ തിരക്ക് അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നുള്ളതല്ല, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് മനസ്സുണ്ടോ. എല്ലാവർക്കും 24 മണിക്കൂർ സമയമുണ്ട്. ആ 24 മണിക്കൂർ സമയത്തെ നമ്മൾ എങ്ങനെ ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് നമ്മളുടെ ജീവിത വിജയം. ശിഷ്ടജീവിതം ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ മരുന്നും മന്ത്രവും കൂടുതലില്ലാതെ നല്ല ഊഷ്മളതയോടെ ഉഷാറോടെ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് യാത്രകളൊക്കെ ചെയ്ത് മക്കളോടൊക്കെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ദിനചര്യകളായി നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. പ്രത്യേകിച്ചും പ്രായമൊക്കെ ഒരല്പമേറിയവരോട്. ഞാൻ ആദ്യമേ പറഞ്ഞു, റിട്ടയർമെൻറ്റിന് ശേഷം ഉള്ള ജീവിതം പലരും രോഗിയായി തീരുന്നു എന്ന്. ഇനി സർക്കാർ ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിലും കൃഷിപ്പണിയാണ് ഏറ്റവും ജീവിതത്തിൽ ആസ്വാദ്യകരം. കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. കൃഷിയുടെ ലാഭനഷ്ടമോ നമ്മൾ നോക്കേണ്ടതില്ല. ലാഭം ഉണ്ടാകും. അത് കൃത്യമായി പരിപാലിച്ച് പോകുന്നവരെ സംബന്ധിച്ച് ലാഭമുണ്ടാകും. കൃഷി ബൾക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭമുണ്ടാകും. അല്ലെങ്കിൽ ലാഭമുണ്ട്, അത്യാവശ്യം വരവ് ചെലവും ഒക്കുമെങ്കിലും നമ്മുടെ ആരോഗ്യം ലാഭമാണ്, അത് മിച്ചമായിട്ട് വരും. അതാണ് കൃഷിയിൽ നിന്നുള്ള ചെറിയ കൃഷിയിൽ നിന്നുള്ള ഏറ്റവും വലിയ മിച്ചം നമ്മുടെ ആരോഗ്യമാണ്, മനസ്സിൻ്റെ സന്തോഷവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ ഇത് എപ്പോഴും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ കാണിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. പക്ഷേ നിത്യേന എന്നോണം നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ നിത്യവും കുറേശ്ശെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേലകളും ചെയ്യാം. നമുക്ക് കയ്യെത്താൻ കഴിയാത്ത മേഖലകൾ ഉണ്ടാകില്ല. നമുക്കുടെ മനസ്സ് അതുപോലെ നമ്മൾ ചിട്ടപ്പെടുത്തിയെടുത്താൽ നമുക്ക് ഇതുപോലെ എല്ലാ പണികളും നമ്മളുടെ വീട്ടിലുള്ളത് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും. ഇപ്പോൾ ഈ വീടൊക്കെ തുടയ്ക്കാനും അതുപോലെ ആളെയും കിട്ടും. അതുപോലെ വലിയ വലിയ കമ്പനിക്കാരുണ്ട്. സ്ക്വയർ ഫീറ്റിന് നല്ല റേറ്റുണ്ട്. ആ റേറ്റിന് നമ്മൾ കമ്പനിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ടീമായിട്ട് വന്ന് ആധുനിക മെഷീൻ സംവിധാനങ്ങളും അതുപോലെ പുതിയ ലോഷനുകളും ഒക്കെ ഉപയോഗിച്ച് എല്ലാം കഴുകി പെറുക്കി വൃത്തിയാക്കി നമ്മുടെ ബാത്റൂമും വേണ്ട വീടും പരിസരവും വളരെ ഭംഗിയാക്കി തരും. പക്ഷെ പോകുമ്പോൾ ഒരു വലിയ ബില്ല് തരും. ആ ബില്ലൊരു പക്ഷേ നമുക്ക് സഹിക്കാൻ കഴിയുമോ എന്നറിയില്ല. തന്നെയുമല്ല, ഇപ്പോഴാണെങ്കിൽ വരുമാനമൊക്കെ കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമാനത്തിൽ കുറവ് വന്നപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്തരത്തിൽ ഈ പൈസ മുടക്കുന്നത്? നമ്മൾ നമ്മുടെ പൈസ മുടക്കുന്നതിന് പകരം ആ പൈസ നമ്മളുടെ പോക്കറ്റിൽ ഇരിക്കുകയും ചെയ്യും. തന്നെയുമല്ല, നമ്മുടെ ആരോഗ്യവും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും എല്ലാം കൂടെ ഒത്തിണങ്ങുമ്പോൾ നമുക്കത് വലിയ മിച്ചമായി തീരുകയും ചെയ്യും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തുടങ്ങിയ പണിയാണ്. ഭാര്യ ഒരു തലക്കൽ പിടിച്ചു, മറ്റൊരു തലക്കൽ ഞാൻ പിടിച്ചു. അങ്ങനെ ഓരോ മുക്കും മൂലയും തൂത്തു തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക മെഷീൻ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. ചെറിയ മെഷീനറികളൊക്കെ ഞങ്ങളും വാങ്ങിയിട്ടുണ്ട്. എന്നാലും ആ പഴമയും പഴയ രീതികളുമൊക്കെ തുടരാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും. അതുകൊണ്ടാണ്. എന്നാലും അത്യാവശ്യം മെഷീനറികളൊക്കെ ഞങ്ങളും വാങ്ങി കൂട്ടിയിട്ടുണ്ട്. വല്ലപ്പോഴുമൊക്കെ ഉപയോഗിക്കും എന്നല്ലാതെ സ്ഥിരമായിട്ടൊന്നും ഉപയോഗിക്കാൻ അതിനേക്കാൾ ഉചിതം ഇത്തരത്തിലുള്ള നമ്മുടെ കൈവേലകൾ തന്നെയാണ്. വീട് പണിതപ്പോൾ ഒരല്പം വലുതായി പോയി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഇടയ്ക്ക് ചിന്തിക്കുമ്പോഴുണ്ട്. പക്ഷേ കുഞ്ഞുമക്കളും ഒക്കെ വരുമ്പോൾ വീട് അല്പം വലുതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആസ്വദിച്ച് ജീവിക്കാമല്ലോ. അന്നത്തെ കാലത്ത് അങ്ങനെ പണിതുണ്ടാക്കി. എന്നാലും ആരോഗ്യത്തിന് ഇപ്പോൾ കുറവൊന്നും പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേലകളൊക്കെ ഞങ്ങൾ യഥേഷ്ടം ആസ്വദിച്ച് അങ്ങോട്ട് ചെയ്യുകയാണ്. ഉച്ചയാവുമ്പോഴേക്കും ഒരുവിധം പണിയൊക്കെ തീർത്ത് നല്ല വിശപ്പോടെ ഭക്ഷണം കഴിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ സമയം ഏതാണ്ട് 12:45 അടുത്തു. പക്ഷേ പണി തീർന്നിട്ടില്ല. കാരണം ഒരല്പം ഏരിയ കൂടുതലുള്ളൊരു വീടായതുകൊണ്ട് പണികൾ യഥേഷ്ടമുണ്ട്. എന്നാലും വേണ്ടില്ല, ഇന്ന് തന്നെ പണികൾ തീർക്കണം. കാരണം ഈ പണി ഇനി നാളത്തേക്ക് വെച്ചാൽ അത് ബുദ്ധിമുട്ടാകും. നാളെ അടുത്ത പരിപാടികൾ വേറെയുമുണ്ട്. ഓരോ ദിവസത്തേക്ക് ഓരോ പണികൾ നമ്മൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രസകരമായിട്ട് നമുക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയും.
അങ്ങനെ ഇത്തരം വീഡിയോകളും കാര്യങ്ങളുമൊക്കെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പലർക്കും ഇത് കാണുമ്പോൾ ഞങ്ങളോട് ദേഷ്യം തോന്നാം, അല്ലെങ്കിൽ ഞങ്ങളോട് ഇഷ്ടം തോന്നാം, ഞങ്ങളോട് ഇതെന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നത് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകാം. പക്ഷേ ഞാനിത് കാണിക്കുന്നത്, ഇത് കാണുമ്പോൾ പ്രായമേറിയവർ ഇത് കാണുകയാണെങ്കിൽ ഇത്തരം വേലകളൊക്കെ എനിക്കും ആകാമല്ലോ, എന്തിനാണ് പിന്നെ ഞാൻ ഇങ്ങനെ ചടഞ്ഞു പിടിഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിച്ച് ആ വേലയിലേക്ക് ഇറങ്ങിത്തീരുകയാണെങ്കിൽ അതൊരു വലിയ സന്തോഷമായിരിക്കും. അങ്ങനെ നിങ്ങൾ പലരും അങ്ങനെ ഊർജ്ജസ്വലതയോടെ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്ന വേലകളൊക്കെ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുമിത്രാദികളിലേക്കുമൊക്കെ, അതും പ്രായമേറിയവരിലേക്ക് ഈ ചാനലിലെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കണം. അതുപോലെ ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും തത്സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതിന് വലിയ മുടക്കൊന്നുമില്ല, പിശുക്ക് കാണിക്കുകയും വേണ്ട, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പണികൾ തുടരുകയാണ്. ആധുനിക മെഷീൻ സംവിധാനങ്ങളൊക്കെ കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒന്ന് ഇതാണ്. മറ്റൊന്ന് ഡിഷ് വാഷറാണ്, വാഷിംഗ് മെഷീനാണ്. എല്ലാം കൊണ്ട് നമ്മൾ അമ്മിയും അതുപോലെ ഉരലും അതുപോലെ പാളയും കയറും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടു പോയ കാലങ്ങളാണ്. അതിന് പകരം ഇപ്പോൾ മിക്സിയും മോട്ടോറും അങ്ങനെ ആധുനിക മെഷീൻ സംവിധാനങ്ങളൊക്കെ വന്നു. ഇതെല്ലാം നമുക്കുണ്ട്. എന്നാലും നമ്മൾ ആ പഴമയെ കുറച്ചൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം അത് പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കിയാൽ നമ്മളൊരു ആധുനിക മനുഷ്യനായി തീരും. ആധുനിക മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. പുതിയ ജൻ യുഗത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ നമ്മുടെ അഭിമുഖമായി നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന യുവാക്കളും യുവതികളും വഴിമാറാൻ ശ്രമിക്കാറില്ല. നമ്മൾ വഴിമാറി കൊടുക്കണം. കാരണം അവർക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ അവർക്ക് തടസ്സങ്ങളല്ല, അതൊക്കെ അവർ തട്ടിമാറ്റിക്കൊണ്ട് പോയിരിക്കും. അതുപോലെ തന്നെയാണ് ട്രാഫിക്കിൽ വാഹനങ്ങൾ ഓടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, വഴിയിൽ ഒന്ന് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരാളും ബ്രേക്ക് ചെയ്ത് തരികയോ ഒന്നുമില്ല. കാരണം കാലങ്ങൾ അങ്ങനെയാണ്. എല്ലാവരും തിരക്കാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് മാറുമ്പോൾ, അതും പ്രത്യേകിച്ച് പുതിയ യുവാക്കളും യുവതികളും അത്തരത്തിലേക്ക് കുതിച്ചു പായുകയാണ്. എന്നാൽ ഈ അടുത്തിടെയായിട്ട് ചില തിരിച്ചുവരവ് തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാവരും മാതാപിതാക്കളെ വിട്ട് വിദേശങ്ങളിലേക്ക് പറക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ പറന്നവർ കൂടുതൽ പറന്ന് അകന്നകന്ന് പോയി വിദേശങ്ങളിലൊക്കെ ചില പ്രതിസന്ധികൾ ഉടലെടുത്തപ്പോൾ മെല്ലെ സ്വന്തം തട്ടകത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തന്നെയുമല്ല, ഈ പറന്നു പോകുന്നവർ, കാരണവന്മാരെ വിട്ടിട്ട് അകന്നു പോകുന്നവർ ശരിക്കും അവർ ജോലി തേടി സമ്പാദിക്കാൻ പോകുന്നതല്ല. ഈ പേരൻസിനെയും അതുപോലെ ബന്ധുമിത്രാദികളെയും കണ്ട് ജീവിക്കുന്നതിന് പകരം ഇഷ്ടമുള്ള പങ്കാളിയോടൊത്ത് ഇഷ്ടമുള്ള തരത്തിൽ ജീവിക്കാനുള്ള ആധുനിക പുതിയ പാശ്ചാത്യ സംസ്കാരം ഉടലെടുത്തുകൊണ്ടാണ് ഈ പറന്നുപോക്ക്. കാരണവന്മാർ മരിച്ചാൽ പോലും വീഡിയോയിലൂടെയാണ് ഈ വിളക്ക് കൊളുത്തും അതുപോലെ കർമ്മങ്ങളുമൊക്കെ ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഞങ്ങൾ എന്തായാലും അത്തരത്തിലുള്ളൊരു ജീവിത രീതിയല്ല അവലംബിക്കുന്നത്. ഇതുപോലെ ഹാർഡ് വർക്ക്, നിത്യവും അധ്വാനിക്കുക, വിശ്രമിക്കുക, വ്യായാമം ചെയ്യുക, നന്നായിട്ട് വിനോദങ്ങളിൽ ഏർപ്പെടുക, ആഹാര നീഹാര നിദ്രകൾ കൃത്യമായി പാലിക്കുക, ഇങ്ങനെ എന്നിത്യാദി കാര്യങ്ങളൊക്കെ കൃത്യതയോടെ ചെയ്യുക കഴിയുന്നത്ര. അതുപോലെ ചെടി പരിപാലനവും പക്ഷിമൃഗാദികളും ആടുകോഴികൾ എന്നൊക്കെ പറഞ്ഞതുപോലെ എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. അതൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൂടെ ഞങ്ങൾ ഇതിക്ക് മുമ്പിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ ദിവസവും ഇത്തരത്തിൽ ഓരോ വീഡിയോകൾ ഞങ്ങൾ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഓരോന്ന് നമ്മൾ നിത്യേന ചെയ്തു പോകുമ്പോൾ ജീവിതത്തിന് വല്ലാത്തൊരർത്ഥം കൈവരും. അതല്ലാതെ അത്യാവശ്യം ബന്ധുവീടുകളിലേക്കൊന്ന് പോയി, തീർത്ഥാടനങ്ങൾക്ക് പോയി, അതിനുശേഷം ആരാധനയും ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ കഴിഞ്ഞു പോയാൽ നിങ്ങൾ പെട്ടെന്ന് രോഗികളായി തീരും. പലരും പറയും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന്.
അത് പ്രത്യേകിച്ചും മതങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ പറയുന്നത് ഞങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. കാരണം മരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഈ പ്രപഞ്ചത്തെയാണ് ഒരുപാട് ഇഷ്ടം. ഇവിടെ എത്രമാത്രം ജീവിച്ചാലും പൂക്കളും പുഴുകളും പൂമ്പാറ്റകളും ഈ പ്രപഞ്ചത്തെ മഞ്ഞും മഴയും ഇടിയും മിന്നലും എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ ജീവിച്ചു പോകാനാണ് ഞങ്ങൾക്കിഷ്ടം. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറേയില്ല. പലരും പറയാറുണ്ട്, മതങ്ങൾ പ്രത്യേകിച്ചും മതപ്രഭാഷണങ്ങളിലൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന്. എന്തിനാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ച് നമ്മൾ ആദ്യ പിടിക്കുന്നത്? നമ്മുടെ ശിഷ്ടജീവിതം സന്തോഷകരമായി നമ്മൾ അധ്വാനിച്ച് വിശ്രമിച്ച് വിനോദങ്ങളിൽ ഏർപ്പെട്ട് വ്യായാമങ്ങളിൽ ഏർപ്പെട്ട് കുടുംബ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് സന്തോഷകരമായി ആസ്വദിച്ച് ജീവിച്ചുകൂടെ? നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ആരാധന നടത്താം, ഇതെല്ലാം വേണം. ഇതൊക്കെ മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്, അതാത് ഇഷ്ടമുള്ളവർക്ക്. ഞാൻ അത്ര വലിയ ഇഷ്ടമുള്ള ആളല്ല. ഞാൻ ഈ പ്രപഞ്ചത്തെ ഒന്നായി കാണുന്ന, മനുഷ്യരെല്ലാം ഒന്നായി കാണാൻ ആഗ്രഹിക്കുന്ന, സർവ്വ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരുപോലെ തുല്യ അവകാശമുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന, അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന, എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിക്കാനും ഇടപഴകാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. എന്നാൽ ചില പൊരുത്തക്കേടുകളൊക്കെ ഇടയ്ക്ക് ജീവിതത്തിൽ വന്നുപെടാറുണ്ട്. അത് മനുഷ്യ സഹജമാണ്. എന്നാലും സർവരെയും ഒന്നിച്ച് കാണാനും എല്ലാ മതങ്ങളെയും സർവ്വചരാചരങ്ങളെയും ഒന്നായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും എൻ്റെ പങ്കാളിയും. പ്രത്യേകിച്ച് വഴിപാടോ അല്ലെങ്കിൽ ഇന്ന മതത്തിൻ്റെ ആരാധനകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും ഒന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങളുടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ ഈ അധ്വാനമാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആരാധന. ആ ആരാധനയിലാണ് ഞങ്ങൾ രണ്ടുപേരും മുഴുകിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ഭാഗവും തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഞാൻ വീടിൻ്റെ ബാക്ക് വശത്തെത്തിക്കഴിഞ്ഞു. ഭാര്യയാണെങ്കിൽ അത്യാവശ്യം നല്ല പണി പണിതുകൊണ്ട് റെസ്റ്റ് എടുത്ത് ഇരിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഒരു ചൂട് ചായയൊക്കെ ഉണ്ടാക്കി അവസാനം ആ മെഷീനെ, അതായത് റോബോട്ടിക് ക്ലീനറിനെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തുകൂടി കയറ്റി വിട്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ അവൻ ഭംഗിയായി തുടച്ച് നനച്ച് തുടയ്ക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ അഴുക്കുകളൊക്കെ അവൻ അടിച്ചകത്ത് കയറ്റുകയും നനച്ച് തുടയ്ക്കുകയും ചെയ്യും. ഈ മെഷീനെക്കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ വീഡിയോ കാണുന്ന പലർക്കും അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഈ റോബോട്ടിക് ക്ലീനർ നല്ല ഉപകാരപ്രദമാണ്. കാരണം നമ്മളുടെ കട്ടിലിൻ്റെ അടിയിലേക്കൊക്കെ നമുക്ക് ചൂലെത്തുകയോ തുടയ്ക്കാനോ കഴിയില്ല. അപ്പോൾ ഇവനെ അങ്ങ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇവൻ ആ റൂമിൻ്റെ ഫോട്ടോ എടുത്ത് ആ മുക്കും മൂലയും കൃത്യമായിട്ട് ഓരോ റൂമും തുടച്ചുകൊണ്ടിരിക്കും. ചാർജ് തീരുമ്പോൾ സ്വന്തം അവൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ റോബോട്ടിക് ക്ലീനറിൻ്റെ പ്രത്യേകത. ഇത് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ വീടുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചും ചെറിയ വീടുകളുള്ളവരെ സംബന്ധിച്ചും വളരെ നല്ലതാണ്. കൃത്യമായിട്ട് നക്കി തുടയ്ക്കും. നമ്മൾ തുടയ്ക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായിരിക്കും കേട്ടോ. ആധുനിക മെഷീനറികളെക്കുറിച്ച് ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞതല്ല. എന്നാലും ഇന്നത്തെ യുഗത്തിനോടൊപ്പം നമ്മൾ നടന്നില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും. ആധുനികതയ്ക്കൊപ്പം നമ്മൾ സഞ്ചരിച്ചില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും. എന്നാൽ അതിൻ്റെ മുന്നിൽ കയറാൻ ശ്രമിക്കാണ്ടിരുന്നാൽ മാത്രം മതി. എല്ലാം ഉൾക്കൊണ്ടു പോവുക, അതാണല്ലോ ജീവിതം. അങ്ങനെ ശിഷ്ട ജീവിതത്തിൽ ഓരോന്നോരോന്നായി ഭാര്യ കണ്ടില്ലേ, ഡിഷ് വാഷറൊക്കെ വാങ്ങി വച്ചിരിക്കുകയാണ്. 2 പേർ ഭക്ഷണം കഴിക്കണ പാത്രം കഴുകാൻ നിസ്സാര സമയം മതി. പക്ഷേ എന്നാലും ഡിഷ് വാഷറൊക്കെ വാങ്ങി വച്ചിട്ടുണ്ട്. അതൊരാഗ്രഹത്തിൻ്റെ പുറത്താണ്. ഇത് ഡ്രസ്സിംഗ് റൂമാണ്. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം അടക്കി പറക്കി ഒതുക്കി തീർന്ന് ഞങ്ങൾ ഇന്നത്തെ പണികളും കാഴ്ചകളും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.